അന്ന് ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് നടൻ ഫഹദ് ഫാസിലും നസ്രിയയും പറഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു പലരും കുറ്റമായി കണ്ടെത്തിയത്. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ താരങ്ങൾക്ക് നേരിടേണ്ടി വരികയും ഫഹദ് അസ്വസ്ഥനായി പെരുമാറുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള താരങ്ങളുടെ ജീവിതം കണ്ട് വിമർശിച്ചിരുന്നവർ പോലും അസൂയപ്പെട്ടിട്ടുണ്ടാവും. അത്രത്തോളം സന്തോഷത്തിലും സ്നേഹത്തിലൂടെയുമാണ് ഇരുവരും ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ താൻ കുറച്ചുനാളായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നസ്രിയ. ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച എഴുത്ത് വൈറലായതോടുകൂടി നടി പറയാനുദ്ദേശിച്ച സംഭവം എന്താണെന്ന് അറിയാതെ ആരാധകരും കുഴഞ്ഞു. വൈകാരികമായിട്ടും അല്ലാതെയും താൻ പ്രശ്നത്തിലായിരുന്നുവെന്നും അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണിപ്പോഴെന്നും തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്നൊക്കെയാണ് നസ്രിയ പറഞ്ഞത്. മാത്രമല്ല, സുഹൃത്തുക്കളായ താരങ്ങളും സഹപ്രവർത്തകരുമൊക്കെ വിളിച്ചപ്പോഴും താൻ ഫോൺ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിന് കാരണം ഇതാണെന്നും നടി സൂചിപ്പിച്ചു. എന്നാൽ നസ്രിയ പറയാൻ ഉദ്ദേശിച്ചത് ഫഹദുമായി വേർപിരിയുകയാണെന്ന് മാത്രം ആവരുതേ എന്ന അപേക്ഷയുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത്. ദയവായി മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നത് പോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുത്. നിങ്ങളുടെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതൊരു വിവാഹമോചന പ്രഖ്യാപനമാണെന്ന് തോന്നൽ ഉണ്ട്. വളരെ ആശങ്കയോടെയാണ് നിങ്ങളുടെ പോസ്റ്റ് മുഴുവനും ഞാൻ വായിച്ചത് എന്നും ഒരു ആരാധകൻ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫഹദ് ഫാസിൽ തന്നെ രംഗത്ത് വന്ന് തൻ്റെ ആദ്യ അഭിപ്രായം അല്ലെങ്കിൽ ആദ്യ പ്രതികരണം അറിയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിലുടനീളം ഇപ്പോൾ കാത്തുനിൽക്കുന്നത്. എന്താണ് സംഭവമെന്ന് അറിയാതെ പല ആരാധകരും ഇവരെ സ്നേഹിക്കുന്നവരും ഒക്കെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ നസ്രിയയുടെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ. അത്രത്തോളം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവർക്കുണ്ട്, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.